ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സാധാരണ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ മേക്കപ്പ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ. ആദ്യമായിട്ടാണ് ഗൈസ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇടാൻ വേണ്ടി പോകണം. പില്ലിഗ്രീമിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ ഫേസിലിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ വീഡിയോ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോയിൽ സ്മിറ്റൻ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും കയറി കാണാം. നമ്മൾ ആദ്യം തന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇടാറുള്ളത് എൻവൈപ്പിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പോഴും ഒരുവിധ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നതും ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഹൈലൈറ്ററായിട്ടും പ്രൈമറായിട്ടും മോയ്സ്ചറൈസറൊക്കെ ആയിട്ടും എല്ലാം കൂടി വരുന്ന 3-in-1 സാധനമാണ്. ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് എത്രയാണെന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. 159 ആണ് കേട്ടോ. ചെറുതാണിത്. നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റിൽ മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ സാധനം ഫേസിലിടുമ്പോൾ ഭയങ്കര ഗ്ലോ തരും ഗൈസ്. കണ്ടില്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫേസിൽ ഭയങ്കര ഒരു സഡൻ ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടും ഫേസിന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫേസിൽ ഇടാൻ പോകുന്നത് ഒരു കൺസീലറാണ് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ്. എനിക്ക് ഡോട്ട് സർക്കിൾസ് അത്ര ഇല്ല. ഞാനിവിടെ ഇപ്പോൾ വെറുതെ ഇട്ടതാണ് ഗൈസ്, വേണ്ടിയില്ല. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വെളിച്ചം വരുന്നതുകൊണ്ട് എത്രത്തോളം വീഡിയോ ക്ലിയർ ആണെന്ന് അറിയില്ല ഗൈസ്. ഞാൻ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇതൊക്കെ ഫുള്ള് തീർന്നിട്ടുണ്ട്. ഞാൻ ഈ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ ഫേസിന് അത്ര അങ്ങോട്ട് സ്യൂട്ട് ആവാറില്ല ഫൗണ്ടേഷന്. അതുകൊണ്ട് ഞാൻ എപ്പോൾ യൂസ് ചെയ്യാറുള്ളത് പോൺസിൻ്റെ BB ക്രീമാണ് ഗൈസ്. നിലത്ത് വീണ് പോയി. അപ്പം നമ്മൾ കയ്യിൽ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്, ഒത്തിരി എടുത്തിട്ടുള്ളൂ. ഡോട്ട് ഡോട്ടായിട്ട് ഫേസിലെല്ലാത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ അധികം പെട്ടെന്ന് പോകുന്ന സമയത്തൊന്നും ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടാറുള്ളൂ. എന്നെ പോലെ ഇങ്ങനെ പെട്ടെന്ന് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ രീതിയിലുള്ള മേക്കപ്പൊക്കെ ചെയ്യാറ്. ശരിക്കും കൈകൊണ്ട് ചെയ്താൽ മതി ഗൈസ്. ഞാൻ ഓവറാക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇത് പിന്നെ നമ്മൾ അങ്ങനെ ആണല്ലോ. എനിക്കില്ല ഗൈസ്, ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം കൈയോട് ചെയ്യുന്നതാണ് കേട്ടോ. അതായിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ നല്ലത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമ്മൾ ഐബ്രോസ് എഴുതി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലങ്ങോട്ട് പോയി നല്ല വൃത്തിയായിട്ടിരിക്കും. ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി ഐബ്രോ ഞാൻ സെറ്റ് ചെയ്ത് ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണെഴുതാം. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എത്ര ഐലൈനർ ഉണ്ടെന്നുണ്ടെങ്കിലും, എത്ര വാട്ടർ പ്രൂഫ് ഐലൈനർ ആണെന്നുണ്ടെങ്കിലും, നമ്മൾ ഈ ഡാസ്ലറിൻ്റെ ഈ ഒരു കുട്ടി ഐലൈനർ ഉണ്ടല്ലോ, അതിടുമ്പോൾ കിട്ടുന്നൊരു കംഫർട്ടബിൾ ഉണ്ട്. അത് വേറെ ഏതൊരു ഐലൈനർ ഇട്ടാൽ കിട്ടില്ല ഗൈസ്. വേറെ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. കുറച്ചും കൂടി ഇടാനും എല്ലാത്തിനും കംഫർട്ടബിൾ ഇതാണ്. ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നത് ഇതാണ് ഗൈസ്. ഇത് കുറച്ച് ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇട്ടിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ട് കിട്ടും. 2 വിങ്സും ഒരുപോലെ വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അപ്പോൾ ചായ അല്ല ഗൈസ്, താഴെ നമ്മൾ ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ 2 സൈഡും എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്തത് മസ്കാര ഇട്ട് കൊടുക്കാം. ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസ്കാര എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. കാരണം വാട്ടർ പ്രൂഫ് അല്ല, സ്മച്ച് പ്രൂഫ് അല്ല, ഒന്നുമല്ല. പക്ഷേ നല്ല രീതിയിൽ ഇതിൻ്റെ ഇതൊക്കെ വരുന്ന അത്യാവശ്യം നല്ല എഴുതാനും വോളിയം തരുന്നുണ്ട് ലാഷസിന്. അല്ലാണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിത് ഇഷ്ടമല്ല ഗൈസ്. ആരും വാങ്ങിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മൾ സക്സസ്ഫുള്ളി മസ്കാര ഇട്ടിട്ടുണ്ട്. കുറച്ച് ഡാർക്കായിട്ടുള്ള ലിപ് ലൈനറാണ്. സ്മിറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു
ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഈ ഷെയ്ഡ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഏതാ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ. ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ പോയിന്റിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു സൈഡിൽ. അപ്പോൾ ഗൈസ്, ഇതൊക്കെ ആയിരുന്നു നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഹെയർ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. ഞാനിങ്ങനെയാണ് പൊതുവെ മേക്കപ്പ് ചെയ്യാറ്. ഇതിലും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രം അബ്സാസിക്ക്. ടാറ്റാ.